നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചില യുക്തിവാദികളും ചില വർഗീയവാദികളും എന്തിനാണ് മാപ്പ് നൽകുന്നത്, അവളെ തൂക്കിലേറ്റണം, അവൾ കൊല ചെയ്യപ്പെടേണ്ടവൾ തന്നെയാണ് എന്നുള്ള രൂപത്തിൽ സംസാരിക്കുകയാണ്. പലപ്പോഴും മനുഷ്യാവകാശം സംസാരിക്കുന്ന, ഐക്യവും സ്നേഹവും ഒക്കെ സംസാരിക്കുന്ന ചിലർ തന്നെ നിഷ്ഠൂരമായി വധിക്കണമെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അന്യായമായി ഒരാളെ കൊല്ലുകയാണെങ്കിൽ തിരിച്ചു കൊല്ലണം എന്നുള്ള ഖിസാസ് നിയമം ഉണ്ട്. ആ ഖിസാസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൊലപാതകം എന്നത് വലിയ കടുത്ത തെറ്റുകൾപ്പെട്ട തെറ്റാണ്. കുഫർ കഴിഞ്ഞാൽ, ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കടുത്ത തെറ്റായി പറയപ്പെടുന്നത് കൊലപാതകമാണ്. ആ തെറ്റിന്റെ ഗൗരവം വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ കൊലപാതകത്തിനു പകരമായി തിരിച്ചവനെ കൊല്ലണമെന്നും പഠിപ്പിക്കുന്നുണ്ട്. അത് നിയമമാണ്. ആ നിയമം പറഞ്ഞ ഉടൻ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, ഇനി വേണമെങ്കിൽ ഘാതകനെ, കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക്, അനന്തരാവകാശികൾക്ക് വേണമെങ്കിൽ തിരിച്ചു കൊല്ലാതെ വെറുതെ വിടാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതുപോലെ നഷ്ടപരിഹാരം വാങ്ങി, ബ്ലഡ് മണി വാങ്ങിയിട്ട് കൊല ചെയ്യാതെ വെറുതെ വിടാനുമുള്ള അവകാശവും ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എല്ലാ വിഷയങ്ങളും വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. തൗറാത്തിന്റെ അഹ്ലുകാർക്ക് കൊന്നാൽ തിരിച്ചു കൊല്ലൽ മാത്രമായിരുന്നു നിയമം. ഇഞ്ചീലിന്റെ അഹ്ലുകാർക്കോ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലാൻ പറ്റില്ല, വെറുതെ വിട്ടുകൊള്ളണം എന്നായിരുന്നു നിയമം. എന്നാൽ പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായ നമുക്ക് ഈ വിഷയത്തിൽ ഒരു ഇളവ് നൽകിയിരിക്കുകയാണ്. ദാലിക തഖ്ഫീഫും മിർ റബ്ബികും വറഹ്മ. നമുക്ക് ഈ രണ്ട് വിഷയങ്ങൾക്കിടയിൽ രണ്ട് ചോയ്സ് നൽകപ്പെടുകയാണ്. കൊന്നവനെ തിരിച്ചു കൊല്ലാം, പക്ഷേ അവിടെ നിയമം ഒരിക്കലും വ്യക്തികൾ കയ്യിലെടുക്കാൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്ത് നടക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തെ കോടതിയായിരിക്കണം അയാൾ അർഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ തിരിച്ചു കൊല്ലാനുള്ള ശിക്ഷ വിധിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വ്യക്തികളല്ല, ഇസ്ലാമിക കോടതിയാണ് ശിക്ഷ വിധിക്കേണ്ടത്. അങ്ങനെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ചോയ്സ് നൽകപ്പെടുകയാണ്. ഒന്ന് അയാളെ തിരിച്ചു കൊല്ലാനുള്ള ഖിസാസ്, മറ്റൊന്ന് അയാളെ വെറുതെ വിടാനുള്ള അവസരം. വെറുതെ വിടുക എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് രൂപമുണ്ട്. ഒന്നും വാങ്ങാതെ, ഒരു നഷ്ടപരിഹാരവും വാങ്ങാതെ വെറുതെ വിടാം. അല്ലെങ്കിൽ 100 ഒട്ടകത്തിന്റെ കാശ്, ഒരു വ്യക്തിയെ കൊന്നാൽ 100 ഒട്ടകത്തിന്റെ കാശാണ് തിരിച്ച് ആ കുടുംബത്തിന് നൽകേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ടതുണ്ട്. വലിയ കേസുകൾക്ക് ഒരു പക്ഷേ തിരിച്ചു കൊല്ലേണ്ടി വരും, ജനങ്ങൾക്ക് പാഠമാകാൻ വേണ്ടി, കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഖുർആൻ ഉടനെ പറയുന്നുണ്ട്, ഖിസാസിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട് എന്ന്. കൊന്നവനെ തിരിച്ചു കൊല്ലുമ്പോൾ പിന്നെ ആളുകൾ ആ പണിക്ക് നിൽക്കില്ല. ഞാൻ മറ്റൊരുത്തനെ കൊന്നാൽ ഞാനും കൊല്ലപ്പെടുമല്ലോ എന്ന ചിന്ത അവനെ കൊലപാതകത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഖിസാസിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്, ഹയാത്തുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇനി മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് മാപ്പ് നൽകാനുള്ള അവസരമുണ്ടല്ലോ. അവിടെ വേണമെങ്കിൽ ദിയത്ത്, ബ്ലഡ് മണി സ്വീകരിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി കൊല ചെയ്യപ്പെടുകയാണ്. ആ കൊല ചെയ്യപ്പെട്ട വ്യക്തി ഒരു പക്ഷേ പിതാവായിരിക്കാം, കുടുംബത്തിന്റെ രക്ഷിതാവായിരിക്കാം, ഉത്തരവാദിത്തപ്പെട്ട ആളായിരിക്കാം. സ്വാഭാവികമായും ഒരാൾ കൊല ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഫാമിലി ഉണ്ട്. അവർ നഷ്ടത്തിലാണ്, കഷ്ടത്തിലാണ്. ഇവിടെയാണ് ബ്ലഡ് മണി വാങ്ങി 100 ഒട്ടകത്തിന്റെ കാശ്, കേവലം 2 ലക്ഷം 3 ലക്ഷം അല്ല, ഇന്നത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 2 കോടി രൂപയൊക്കെ ഉണ്ടാകും. ആ നിലക്ക് വലിയ ഒരു തുക നഷ്ടപരിഹാരമായ കുടുംബം വാങ്ങുമ്പോൾ അവർക്ക് തുറന്ന് ജീവിക്കാനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും അതിലൂടെ വഴി തുറക്കപ്പെടുകയാണ്. പുതിയ നിയമങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് അതീതമായ മറ്റു ചില രാഷ്ട്രങ്ങളിൽ കാലാകാലവും കൊലയാളിയെ തുറങ്കിലടക്കപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിലൂടെ എന്ത് നേട്ടമാണുള്ളത്? പ്രിയപ്പെട്ടവരെ, ഒന്ന്, ജയിലിൽ കഴിയുന്ന ആ സഹോദരനെ, ജയിലിൽ കഴിയുന്ന ഘാതകനെ തീറ്റിപ്പോറ്റേണ്ടതില്ലേ? അതിനിവിടുത്തെ ഗവൺമെന്റിന് ചെലവുണ്ട്. സാധാരണക്കാരായ പൗരന്മാരുടെ ടാക്സും മറ്റൊക്കെ ഗവൺമെന്റ് വാങ്ങി ഇങ്ങനെയുള്ള കൊലയാളികളെ തീറ്റിപ്പോറ്റുകയല്ലേ ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ അങ്ങനെ കാലാകാലവും തുറങ്കിലടക്കപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ
ഈ കൊല ചെയ്യപ്പെട്ട കുടുംബത്തിന് എന്ത് ലഭിക്കും? മാത്രമല്ല ഘാതകനായ കൊലയാളിയായ കുടുംബത്തിന്റെയും അവസ്ഥ ഒരു പക്ഷേ തകിടം അറിയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശാസ്ത്രീയപരമായ വളരെ യുക്തിഭദ്രമായ തീരുമാനമാണ് ഇസ്ലാം ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊന്നവനെ തിരിച്ചു കൊല്ലുന്ന ഓപ്ഷനുണ്ട്, വെറുതെ വിടുന്ന ഓപ്ഷനുണ്ട്, നഷ്ടപരിഹാരം വാങ്ങി വിടുന്ന ഓപ്ഷനുണ്ട്. ഇതൊക്കെ നമ്മുടെ മതത്തിന്റെ ഉള്ളിലുള്ള നിയമങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ ഊന്നൽ നൽകി സംസാരിച്ചത് മാപ്പ് നൽകുക എന്നതാണ്. മാപ്പ് നൽകുന്നതിന് വലിയ മഹത്വവും ശ്രേഷ്ഠതയും വലിയ സ്ഥാനവും ഇസ്ലാം നൽകുന്നുണ്ട്. കൊന്നവനെ തിരിച്ചു കൊല്ലാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മാപ്പിന്റെ അഫുവിന്റെ ഒരുപാട് വിഷയങ്ങൾ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും നല്ല ഗുണം അൽ അഫു, മറ്റുള്ളവർക്ക് മാപ്പ് നൽകലാണ്. ബഹുമാനപ്പെട്ട അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൽ ഇൻസാനിയ്യ, എന്താണ് മനുഷ്യത്വം? മനുഷ്യത്വം എന്താണെന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത്തവാദു ഇൻദ റിഫഅ, സാമ്പത്തികമായി മറ്റൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവിടെ വിനയം കാണിക്കലാണ്. ചില പൈസക്കാരുണ്ട്, പണം ഉണ്ടായാൽ പിന്നെ വിനയൊന്നും ഉണ്ടാകൂല, അത് ശരിയല്ല. രണ്ടാമതായി ഇവിടെ നിന്ന് പറയുന്നു അൽ അഫു ഇൻദൽ ഖുദ്റ, നമ്മുടെ എതിരാളിയെ അല്ലെങ്കിൽ നമ്മുടെ കൊലയാളിയെ അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിനെ നമുക്ക് എല്ലാ അർത്ഥത്തിലും ഒതുക്കാനും ശരിയാക്കാനുമുള്ള സാഹചര്യമുണ്ട്. അതിനുള്ള കഴിവുണ്ടായിട്ടും മാപ്പ് നൽകലാണ് മനുഷ്യത്വം. മൂന്നാമതായി ഇവിടെ നിന്ന് പറയുന്നു അൽ അതാഉ ബിഗൈരി മിന്ന, തിരിച്ചു പ്രതിഫലവും ലാഭവും പ്രതീക്ഷിക്കാതെ ജനങ്ങൾക്ക് അങ്ങോട്ട് വാരിക്കോരി കൊടുക്കലാണ് മനുഷ്യത്വം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ അന്ന് അതേ പീഡനങ്ങൾ സഹിച്ച് വിഷമങ്ങൾ സഹിച്ചിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത്. മക്കം ഫതഹിന്റെ അന്ന് മുത്തുനബിയും ലക്ഷക്കണക്കിന് സ്വഹാബത്തും മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ, മക്ക ഇസ്ലാമിന്റെ അധീനതയിൽ കടന്നു വന്നപ്പോൾ അവിടെയുള്ള ശത്രുക്കൾ ഭയപ്പെടുകയാണ്. മുസ്ലിമീങ്ങൾ അറ്റാക്ക് ചെയ്തതിന് തിരിച്ച് നാം കൊല ചെയ്യപ്പെടുമോ, ആക്രമിക്കപ്പെടുമോ? മക്കയിലെ ജനങ്ങളൊക്കെ പേടിച്ച് വിറച്ച സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലത്ത് ശത്രുക്കളായി പെരുമാറിയ ആ മക്കക്കാരോട് പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? ഓ പ്രിയപ്പെട്ട മക്കക്കാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ സഹോദരന്മാർ അവിടുത്തോട് അപമര്യാദയായി പെരുമാറി അവസാനം ഈജിപ്തിന്റെ രാജാവ് ഈജിപ്തിന്റെ രാജപദവിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്റെ സഹോദരന്മാരോട് യൂസുഫ് നബി പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് പ്രതികാരമില്ല, ഇന്ന് നിങ്ങൾക്ക് പ്രതികാരമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാരുണ്യം നൽകുന്നവരാണ് എന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തിന്റെ വാക്കുകൾ മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യനായ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ക്രൂരമായി വധിക്കപ്പെട്ടു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ ദുഃഖത്തിൽ ആഴ്ന്നുപോയ വ്യസനിച്ച സമയമായിരുന്നു ആ സന്ദർഭം. അതെ, ആ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തിയ ശത്രുക്കളെ കൊന്നൊടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പോലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ ഘാതകർക്കും മാപ്പ് നൽകുകയാണ് ചെയ്തത്. ഇസ്ലാം സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, സൗഹൃദത്തിന്റെ മതമാണെന്ന് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ശത്രുക്കൾക്ക് സ്നേഹം നൽകി, മാപ്പ് നൽകി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നല്ല മുഖമായിരിക്കണം നാം പ്രചരിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ലോകത്തിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. കാര്യങ്ങളൊക്കെ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന മതത്തിന്റെ ശത്രുക്കളെ, വർഗീയവാദികളെ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.